everyone, NTA UGC net December 2021, June 2022 merge cycles ന്റെ എക്സാംസ് ജൂലൈയിലും ഓഗസ്റ്റിലുമായി 2 ഷെഡ്യൂളുകളിൽ നടത്തപ്പെടും എന്നുള്ളത് നമ്മൾ ഓൾറെഡി അറിഞ്ഞിരുന്ന ഇൻഫർമേഷൻ ആയിരുന്നു. സോ ഏറ്റവും റീസെൻ്റ് ആയിട്ട് നമുക്ക് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് കിട്ടിയിരിക്കുന്ന ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ജൂലൈയിലെ ആദ്യത്തെ ഷെഡ്യൂൾ, അതായത് ജൂലൈ 9, 11 and 12 ഈ 3 ദിവസങ്ങളിൽ നടക്കുന്ന എക്സാമുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് കൃത്യമായി നമുക്ക് ലിസ്റ്റ് ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. സോ അതിനകത്ത് കൃത്യമായി ഓരോ ദിവസവും 3 ദിവസങ്ങളിലായിട്ടായിരിക്കും ജൂലൈയിലെ ഷെഡ്യൂളിൽ എക്സാം നടക്കുക. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ജൂലൈ 9, 11 and 12. സോ ഈ 3 ദിവസങ്ങളിൽ നടക്കുന്ന എക്സാമുകൾ ഏതൊക്കെയായിരിക്കും, അതിൻ്റെ സബ്ജക്ട് വൈസ് ലിസ്റ്റ് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. സോ നമുക്ക് നോക്കാം ഏതൊക്കെ എക്സാംസ് ആയിരിക്കും ഈ ദിവസങ്ങളിൽ നടത്തപ്പെടാനായിട്ട് പോകുന്നത്. സോ ആദ്യത്തെ ദിവസം, അതായത് ഡേ 1 എന്ന് പറയുന്നത് ജൂലൈ 9th ആണ്, സാറ്റർഡേ. അന്ന് നടത്തുന്ന എക്സാംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രധാനപ്പെട്ട ചില സബ്ജക്ട്സ് നമുക്ക് അതിനകത്തുനിന്ന് പരിശോധിക്കാം. ആർക്കിയോളജി ആ ദിവസമായിരിക്കും നടക്കുക. Then we have Chinese, criminology, Indian culture, folk literature, French. Then we have population studies, Russian, സ്പാനിഷ്, തെലുഗു തുടങ്ങി മേജറായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ലാംഗ്വേജസ് ആണ് കൂടുതലായിട്ടും ഈ ദിവസത്തിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഏകദേശം 25 വിഷയങ്ങളുടെ എക്സാമുകളാണ് ഈ ഒരു പെർട്ടിക്കുലർ ദിവസം, അതായത് ജൂലൈ 9 നടക്കുക. സോ മുഴുവൻ ലിസ്റ്റ് നിങ്ങൾക്കിപ്പോൾ സൈഡിൽ സ്ക്രീനിൽ കാണാം. സോ നിങ്ങൾക്കത് പരിശോധിക്കാം. ഞാനിപ്പോൾ മെൻഷൻ ചെയ്ത വിഷയങ്ങൾ ഉൾപ്പെടെ 25ഓളം വിഷയങ്ങളുടെ എക്സാം ആയിരിക്കും ജൂലൈ 9, അതായത് നമ്മളുടെ എക്സാമിൻ്റെ ആദ്യത്തെ ദിവസം നടക്കാനായിട്ട് പോകുന്നത്. അതിനുശേഷം ഡേ 2, 11th of July, തിങ്കളാഴ്ചയാണ്. അന്ന് നടക്കുന്ന എക്സാംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഡിഫൻസ് ആൻഡ് സ്ട്രാറ്റജിക് സ്റ്റഡീസ്, then we have ഹിന്ദു സ്റ്റഡീസ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് ആൻഡ് സിന്ധി. സോ ഇത്രയും സബ്ജക്ട്സ് ആയിരിക്കും രണ്ടാമത്തെ ദിവസം അഥവാ ജൂലൈ 11 നടക്കാനായിട്ട് പോകുന്നത്. സോ കമ്മിങ് ടു ഡേ 3, ദാറ്റ് ഇസ് ജൂലൈ 12th, ട്യൂസ്ഡേ ആണ്. അന്ന് നടക്കുന്ന എക്സാമുകൾ ഏതാന്ന് നോക്കാം. ഹോം സയൻസിന്റെ എക്സാം അന്നായിരിക്കും. ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്, നേപ്പാളി ആൻഡ് സൈക്കോളജി. ഇത്രയും വിഷയങ്ങളായിരിക്കും ഡേ 3 ജൂലൈ 12 നടക്കാനായിട്ട് പോകുന്നത്. സോ ബേസിക്കലി നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ ആദ്യത്തെ ഷെഡ്യൂൾ, അതായത് ജൂലൈയിൽ നടക്കുന്ന ആദ്യത്തെ ഷെഡ്യൂളിൻ്റെ സബ്ജക്ട് വൈസ് ലിസ്റ്റ് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് ഈ ഒരു ലിസ്റ്റ് പരിശോധിച്ചാൽ നിങ്ങളുടെ എക്സാം ഈ ദിവസങ്ങളിലാണെങ്കിൽ കൃത്യമായിട്ട് അത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല, ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഉച്ചവരെ നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് അനുസരിച്ച് 9 നടക്കുന്ന എക്സാമുകളുടെ എക്സാം സെൻറ്റേഴ്സ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. അതുമാത്രമല്ല, നിങ്ങൾ ഈ ഒരു സബ്ജക്ട് വൈസ് ലിസ്റ്റ് നമുക്ക് ലഭിച്ചിരിക്കുന്ന നോട്ടിഫിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജൂലൈ 9 മുതൽ 12 വരെയുള്ള ദിവസങ്ങളിലെ എക്സാമുകളുടെ അഡ്മിറ്റ് കാർഡ് അധികം താമസിക്കാതെ തന്നെ ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവൈലബിൾ ആകുമെന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. സോ ഈ ദിവസങ്ങളിൽ, അതായത് ഓൾറെഡി നമ്മൾ പറഞ്ഞു 9 മുതൽ 12 വരെ ആ ദിവസങ്ങളിൽ നടക്കുന്ന എക്സാമുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ ഈ ദിവസങ്ങളിലാണ് നിങ്ങളുടെ എക്സാം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കയറി പരിശോധിച്ചുകൊണ്ടിരിക്കുക. ഏത് സമയവും നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ്സ് ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അവൈലബിൾ ആകുന്നതായിരിക്കും. സോ ബേസിക്കലി ഞാൻ പറഞ്ഞതുപോലെ ജൂലൈയിലെ ആദ്യത്തെ ഷെഡ്യൂളിൽ നടക്കുന്ന വിഷയങ്ങളുടെ ലിസ്റ്റാണ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളത്. സോ ഇതിൽ നിന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കുന്ന കാര്യം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട സബ്ജക്റ്റുകൾ മിക്കതും ഓഗസ്റ്റിൽ നടക്കുന്ന രണ്ടാമത്തെ ഷെഡ്യൂളിലായിരിക്കും നടത്തപ്പെടുന്നത് എന്നുള്ളതാണ്. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ എക്കണോമിക്സ്, കൊമേഴ്സ്, അതുപോലെ ഇംഗ്ലീഷ്, മാനേജ്മെൻറ്റ്, ഹിസ്റ്ററി, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളൊക്കെ രണ്ടാമത്തെ ഷെഡ്യൂളിലായിരിക്കും നടത്തപ്പെടുന്നത് എന്നുള്ളൊരു കൺക്ലൂഷൻ കൂടിയാണ് നമുക്ക് ഇന്ന് ലഭിച്ചിരിക്കുന്ന ഈ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലൂടെ ലഭിക്കുന്നത്. സോ നിങ്ങളുടെ എക്സാം അത് ജൂലൈയിൽ ഇപ്പം നടക്കാനായിട്ട് പോകുന്ന ഷെഡ്യൂളിലാണെങ്കിലും അതല്ല ഇനി ഓഗസ്റ്റിലാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേജ് ഉണ്ട്, അത് കളയാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഈവൻ ഇഫ് ഓഗസ്റ്റിലാണ് നിങ്ങളുടെ എക്സാം എന്നുണ്ടെങ്കിലും 1 മാസം ഉണ്ടെന്ന് വെച്ച് നമുക്കത് ഉഴപ്പാനോ അല്ലെങ്കിൽ നമ്മൾ ഇത്രയും നാളും നമ്മൾ പഠിച്ചു വന്ന സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുവന്ന ഒരു സ്ട്രാറ്റജി, ഒരു സിസ്റ്റം ഉണ്ട്, അത് ലാക്ക് ചെയ്യുന്നതെന്ന് ഉറപ്പുവരുത്തുക. ഈ ഒരു പേസിൽ തന്നെ, ഒരു സ്പിരിറ്റിൽ തന്നെ നിങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുക. എക്സാം എന്ന് വരും എന്നുള്ളത് നമുക്ക് പിന്നീട് അറിയാം. അതിൻ്റെ ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് ലഭിക്കും. എനിവേ നമുക്ക് ഈ കിട്ടുന്ന നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഓഗസ്റ്റ് 12, 13, 14 തീയതികളിലാണ് ഓഗസ്റ്റിലെ നമ്മുടെ ഷെഡ്യൂളിലെ എക്സാംസ് നടത്തപ്പെടുക. എനിവേ അതിനെക്കുറിച്ചുള്ള മറ്റു ഡീറ്റെയിൽസ് ഒക്കെ പിന്നീട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വളരെ ഫോക്കസ്ഡ് ആയിട്ട് തന്നെ പഠിക്കാം. സോ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒരു ഗൈഡൻസ്, ഒരു ലാസ്റ്റ് മൊമെന്റ്, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എക്സാമിനോട് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പ്രിപ്പറേഷൻസിന് ഒരു ഗൈഡൻസ് കിട്ടണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഹാപ്പി ന്യൂസും കൂടെ ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ കൂടെ തന്നെ പറയാമെന്ന് ആഗ്രഹിക്കുന്നു. ആപ്പിൾ ബി അക്കാഡമിയുടെ ക്രാഷ് കോഴ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നമ്മളിവിടെ കോച്ചിങ് കൊടുക്കുന്ന സബ്ജക്ട്സുകൾ എക്കണോമിക്സ്, കൊമേഴ്സ്,
ഇംഗ്ലീഷ്, മാനേജ്മെന്റ് ആൻഡ് ജനറൽ പേപ്പർ. ഈ വിഷയങ്ങളുടെ കോച്ചിങ് ആണ് ആപ്പിൾബി അക്കാഡമി സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്. സോ ഈ വിഷയങ്ങളിൽ നിങ്ങൾക്ക് ഈ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയിരിക്കുന്ന ഈ ഒരു സമയം ഏറ്റവും നന്നായി ഫ്രൂട്ട്ഫുള്ളായി പ്രൊഡക്റ്റീവായി ഉപയോഗിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആപ്പിൾബി അക്കാഡമിയുടെ ക്രാഷ് കോഴ്സ് നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. സോ ക്രാഷ് കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത് തുടങ്ങിയ വിവരങ്ങൾ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. സോ കീപ് അപ്പ് ദ സ്പിരിറ്റ്. ഈ ഒരു പേസിൽ തന്നെ ആ ഒരു സ്പീഡിൽ നിങ്ങൾ പഠിക്കാം. സോ ഓൾ ദി ബെസ്റ്റ് ആൻഡ് ഹാപ്പി ലേണിംഗ്.